ഹായ് ഓൾ ദ ഇക്കണോമിക് മൈൻഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേരുപോലെ തന്നെ ഇക്കണോമിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലാണ് ഇത്. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഇക്കണോമിക്സ്, ഇക്കണോമിക്സ് എന്നുള്ള പദം എവിടെ നിന്നുമാണ് വന്നത്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് എക്കണോമിക്സ്, പിന്നെ ഇക്കണോമിക്സിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക്സും പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. What is economics? The word economics is derived from the Greek word oikonomia, which means households management. ഗ്രീക്ക് വേർഡായിട്ടുള്ള ഓയിക്കണോമിയ എന്ന പദത്തിൽ നിന്നുമാണ് ഇക്കണോമിക്സ് ഡെറൈവ് ചെയ്ത് വന്നത്. ഓയിക്കണോമിയുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓഫ് ഹൗസ് ഹോൾഡ്സ് എന്നും പറയും. ഇക്കണോമിക്സ് ഇസ് ദി സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ചൂസ് ടു യൂസ് റിസോഴ്സസ്. ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ആളുകൾ എങ്ങനെയാണ് റിസോഴ്സസ് ഉപയോഗിക്കുന്നത് എന്നതിന്റെ ഒരു പഠനമാണ്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട് അല്ലെ, ലാൻഡ്, അതുപോലെ തന്നെ റിവർ, ഇതൊക്കെ നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഈ റിസോഴ്സസിനെ ആളുകൾ എങ്ങനെയെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. It examines how individuals, businesses, governments and nations make choices. ഇത് എന്തിനൊക്കെയാണ് എക്സാമിൻ ചെയ്യുന്നത്? ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ല ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. വ്യക്തികളെയും ബിസിനസിനെയും അതുപോലെ തന്നെ ഗവൺമെന്റിനെയും വിവിധ നേഷൻസും അവരെടുക്കുന്ന ഓരോ ഡിസിഷൻസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചെല്ലാം എക്സാമിൻ ചെയ്യുന്ന ഒരു പഠനമാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധനങ്ങളും സേവനങ്ങളും. സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓരോ വസ്തുക്കൾ അല്ലെ. സേവനങ്ങൾ എന്ന് പറഞ്ഞാലോ ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, ആർമി, ഇവരൊക്കെ നൽകുന്നത് സേവനങ്ങളാണ് അല്ലെ. അപ്പം ഇത്തരം ഉൽപാദനം, അതുപോലെ തന്നെ വിതരണം, അതുപോലെ തന്നെ ഉപഭോഗം തുടങ്ങിയവയെ കുറിച്ചുള്ള എല്ലാ പഠനവും എന്തിൽ ഉൾപ്പെടും? ഇക്കണോമിക്സിൽ ഉൾപ്പെടും. അങ്ങനെ ഫാദർ ഓഫ് ഇക്കണോമിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. Then ഒരു ഡെഫിനിഷൻ. അക്കോർഡിംഗ് ടു മാർഷൽ, ഇക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് മാൻ ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഒരു ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫിലുള്ള ഒരു മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഇക്കണോമിക്സ് എന്നാണ് ആര് പറഞ്ഞത്? ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്. ആഡം സ്മിത്തിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്കണോമിസ്റ്റ് ആണ് ആൽഫ്രഡ് മാർഷലും. അദ്ദേഹവും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇക്കണോമിക്സിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്കിപ്പം എക്സാമിന് ഡിഫൈൻ ഇക്കണോമിക്സ് എന്നാണ് പറഞ്ഞതെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തത് തന്നെ എഴുതണം. അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതാണ് നല്ലത്. എന്നാൽ വാട്ട് ഈസ് ഇക്കണോമിക്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ പറയാം? ഇക്കണോമിക്സ് ഇസ് ദി സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഓഫ് ഇക്കണോമിക്സ്, ഇതിന് നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ഇക്കണോമിക്സ് എന്നും പറയും. പ്രധാനമായിട്ടും 3 പ്രോബ്ലംസ് ആണുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം, ദെൻ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ 3 പ്രോബ്ലംസ് ആണ് ഒരു ഇക്കോണമി ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇക്കണോമിക്സിലെ പ്രധാനമായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്? വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം. അതായത് നമ്മളിപ്പോ ഉൽപാദനം നടത്താന്നൊക്കെ തീരുമാനിച്ചു, പക്ഷെ എന്ത് സാധനം നമ്മൾ ഉൽപ്പാദിപ്പിക്കുക, അത് നമ്മൾ തീരുമാനിക്കേണ്ടേ. അത് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. രണ്ടാമത്താണ് എന്ത്? ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ നമ്മൾ തീരുമാനിച്ചു, നമുക്ക് നെല്ല് ഉൽപ്പാദിപ്പിക്കാം, പക്ഷെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം? ഒരുപാട് ആൾക്കാരെ, ലേബേഴ്സിനെ വെച്ച് ഉൽപ്പാദിപ്പിക്കണോ, ഇനി പണ്ടത്തെ പരമ്പരാഗത രീതിയിൽ ഉപയോഗിക്കണോ, അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജികള്, ആധുനികമായിട്ടുള്ള കുറെ ടെക്നോളജികൾ ഉണ്ടല്ലോ, അതെല്ലാം ഉപയോഗിച്ചു കൊണ്ടിട്ട് ഉൽപ്പാദിപ്പിക്കണോ? അതും അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ദെൻ ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് അല്ലെ. നമ്മളിപ്പോ ഏതൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതൊരു വസ്തു നമ്മൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിലും അതിനൊരു ആവശ്യക്കാർ വേണ്ടേ. അപ്പൊ ആവശ്യക്കാർ ആരാന്നുള്ള നമ്മൾ ഫോക്കസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ചെറിയ പെൻസിൽ മറ്റേ ചെറിയ കുട്ടികളെ ഫോക്കസ് ചെയ്തുണ്ടാക്കുന്ന പെൻസിലുകളൊക്കെ അതിൽ കുറെ കാർട്ടൂൺസും ആ ഒരു മോഡൽ ആയിരിക്കും അല്ലെ. അപ്പം ആരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതും ഒരു പ്രോബ്ലമാണ്. ഫോർ ഹും ടു പ്രൊഡ്യൂസ്. അപ്പം ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഓഫ് ഇക്കണോമിക്സ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ടൈപ്സ് ഓഫ് ഇക്കണോമിക്സ്. അടുത്ത നമുക്ക് പറയാനുള്ള എന്താ? ടൈപ്സ് ഓഫ് ഇക്കണോമിക്സ്. ടൈപ്സ് ഓഫ് ഇക്കണോമിക്സ് പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. ഒന്ന് മൈക്രോ ഇക്കണോമിക്സ്, രണ്ടാമത്തേത് മാക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഇക്കണോമിക്സ്
ആ വേർഡ് തന്നെയുണ്ട് എന്ത് മൈക്രോ. മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ, ചെറുത്, നാരോ. അത്രയും ചെറിയ ഒരു കൺസെപ്റ്റ് ആണ് എന്ത് മൈക്രോ എന്ന് പറയുന്നത്. മാക്രോ എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് കൺസെപ്റ്റ് ആണ് അല്ലെ. അപ്പം മൈക്രോ ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ വ്യക്തി, ഒരു വ്യക്തിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡിനെ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്നാൽ മാക്രോ ഇക്കണോമിക്സോ, ഇറ്റ് ഡീൽസ് വിത്ത് ദി ഇക്കോണമി ആസ് എ ഹോൾ. അതായത് ഒരു ഇക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിലാണ് എന്ത് ഫോക്കസ് ചെയ്യുന്നത്, മാക്രോ ഇക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എത്ര മാസം എത്ര വരുമാനമാണ് ലഭിക്കുന്നത്, അതിൽ നിന്നും അദ്ദേഹം എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത്, എത്ര രൂപയാണ് സേവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് എന്തിൽ വരിക, മൈക്രോ ഇക്കണോമിക്സിൽ വരിക. എന്നാൽ മാക്രോ ഇക്കണോമിക്സിലോ ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം. മറ്റോടത്ത് മൈക്രോ ഇക്കണോമിക്സിലാണെങ്കിൽ ഒരു വ്യക്തിയുടെ ദേശീയ വരുമാനം, വ്യക്തിയുടെ വരുമാനമാണെങ്കിൽ മാക്രോ ഇക്കണോമിക്സിലോ ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തെ കുറിച്ചാണ് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.